സർ, പൊതുവെ ലോകം ചർച്ച ചെയ്യുന്നത് GCC രാജ്യങ്ങളിൽ UAE ഉൾപ്പെടെ ടൂറിസത്തെ യുദ്ധം വല്ലാതെ ബാധിച്ചു എന്നാണ്. പക്ഷെ നിലവിൽ അങ്ങനെയല്ല. ഇങ്ങ് ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും യുദ്ധം വലിയ രീതിയിൽ നമ്മുടെ ടൂറിസത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സീസണാണ്. വെക്കേഷൻ ടൈമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ. ഏപ്രിൽ മെയ് മാസമാണ് കേരളത്തിന്റെ പൊതുവെ ടൂറിസം മേഖലയുടെ ഒരു സീസൺ എന്ന് പറയുന്നത്. ആ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരള ടൂറിസത്തെ വലിയ രീതിയിൽ യുദ്ധം ബാധിച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണ് എന്നതാണ് എന്റെ ചോദ്യം. അതിപ്പോ രണ്ടാമത്തെ വലിയ ആഘാതമാണ് നമ്മുടെ സംസ്ഥാനത്ത് നേരിടാൻ പോകുന്ന രണ്ടാമത്തെ വലിയ ആഘാതമാണ് നീതു അത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഇനിയിപ്പോ സ്കൂളും കോളേജിന്റെ വെക്കേഷനാണ്. SLC പരീക്ഷ സ്കൂളൊക്കെ അടയ്ക്കാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ പൊതുവെ അവധി വരികയാണ്. അപ്പൊ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത്. ഇപ്പൊ സംസ്ഥാനത്തിനകത്തേക്കാണെങ്കിലും പുറത്തും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു സമയമാണിത്. അതേപോലെ തന്നെ ധാരാളം വിദേശികൾ ഇങ്ങോട്ടും വരുന്നുണ്ട്. ധാരാളം വിദേശികൾ ഈ സമയത്ത് കേരളത്തിലേക്കും വരുന്നുണ്ട്. കാരണം നമ്മുടെ ഹൈറേഞ്ചിലൊക്കെ ഹോട്ടൽസിലൊക്കെ നല്ല ബുക്കിംഗ് ഒക്കെ നടക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിലുള്ള ബോട്ട് ടൂറിസം നടക്കുന്നുണ്ടല്ലോ. അവിടെ ഒഴുകി നടക്കുന്ന വള്ളങ്ങളിലുള്ള ടൂറിസം ഏർപ്പാട് അതൊക്കെ വലിയ വിപുലമായിട്ട് നടക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ മെഡിക്കൽ ടൂറിസം ഉണ്ട്. ചികിത്സാർത്ഥം ധാരാളം ആളുകൾ അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ധാരാളം ആളുകൾ ചികിത്സാർത്ഥവും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. മെഡിക്കൽ ടൂറിസം ഈ രംഗത്ത് വലിയ ഒരു നമുക്ക് സംസ്ഥാനത്തിന് വലിയ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ ഈ ആയുർവേദമാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിൽ നിന്നിരുന്നത്. അപ്പൊ വിദേശികള് വന്നുകൊണ്ടിരുന്ന നല്ല സമയമായിരുന്നു. പക്ഷെ അതിപ്പോ ഏതാണ്ട് ഒരു മാസമായിട്ട് കാര്യമായിട്ട് വിദേശികളൊന്നും ഇന്ത്യയിലേക്ക് വരുന്നില്ല. വിദേശികൾ വരുന്നില്ല തന്നെയല്ല, വിമാനത്താവളങ്ങളിൽ പലതരം പ്രശ്നങ്ങളാണ്. ഇന്നിപ്പോ രാവിലെ തന്നെ നമ്മൾ ദുബായിൽ കണ്ടില്ലേ എന്ന് പറഞ്ഞ ദുബായ് പോലെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. ഇവിടെ വന്ന ശേഷമാണല്ലോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള യാത്രകൾ നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ദുബായിൽ അടക്കമുള്ള സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ ഒരുപാട് ബാധിച്ചിരിക്കുകയാണ് നമ്മളെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഹൈറേഞ്ച് ടൂറിസവും കായൽ ടൂറിസവുമാണ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് അവസ്ഥ കണ്ടിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.